അസ്സലാമലൈക്കും, നമസ്കാരം. ഞാനിപ്പോൾ ഇന്നലെ സൗദി പ്രവാസികൾ വീണ്ടും ഓർമ്മിക്കട്ടോ. സൗദി അറേബ്യ ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ, പ്രവാസികൾ ഇക്കാമ എക്സ്പയർ ആയവരുണ്ട്. ഇക്കാമ എക്സ്പയർ ആയിട്ട് 2-3 മാസം 4 മാസം ശമ്പളം കിട്ടാത്തവരുണ്ട്. ഇക്കാമ എക്സ്പയർ ആവാതെ ജോലി നഷ്ടപ്പെട്ട് ശമ്പളം കിട്ടാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ആളുകൾ വിളിച്ചു ചോദിക്കുന്നു, ഞങ്ങൾ ശമ്പളം കിട്ടാത്ത ആളുകളുണ്ട്, ഞങ്ങൾ ഇക്കാമ എക്സ്പയർ ആണ്, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, ലേബർ കോർട്ടുമായി കേസ് കൊടുക്കുക വെച്ചിട്ട്. എനിക്ക് പറയാനുള്ളത്, ഇക്കാം എക്സ്പയർ ആയ ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു പുതിയൊരു സ്പോൺസറെ കണ്ടെത്തി അതിലേക്ക് കഫാല അഥവാ സ്പോൺസർഷിപ്പ് മാറുക എന്നതിന് ശേഷം കേസ് കൊടുക്കുക. ഇക്കാം എക്സ്പയർ ആളുകൾ കിട്ടും. ഇക്കാം എക്സ്പയർ ആകാത്ത ആളുകളാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ലേബർ കോർട്ടിൽ കേസ് കൊടുക്കുക. ശമ്പളം കിട്ടിയിട്ടില്ല, ജോലിയില്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ പറയാം. ഇക്കാം എക്സ്പയർ ആളുകൾക്ക് ഏറ്റവും നല്ലത് സ്പോൺസർഷിപ്പ് മാറുക, എന്നിട്ട് കേസ് കൊടുക്കുക ശമ്പളം കിട്ടാത്തതിന്. അതാണ് ഏറ്റവും നല്ലത്. അല്ല അവിടെ നിന്നുകൊണ്ടല്ല. എക്സ്പയർ ആളുകൾക്ക് അവിടെ നിന്നുകൊണ്ട് കേസ് കൊടുക്കണ്ട. എക്സ്പയർ ആളുകൾക്ക് കഫാല മാറിയ ശേഷം കേസ് കൊടുക്കുക ശമ്പളം കിട്ടാത്തതിന്. എക്സ്പയർ അല്ലാത്ത ആളുകൾക്ക് അവിടെ നിന്നുകൊണ്ട് കേസ് കൊടുക്കുക. ശമ്പളം കിട്ടില്ലെങ്കിൽ ശമ്പളം ഇല്ല, പിന്നെ ജോലിയില്ലെങ്കിൽ ജോലിയില്ലാത്ത കേസ് കൊടുക്കുക. മറക്കണ്ട. എൻ്റെ സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.